a by b the whole raised to minus m. അപ്പോൾ ഇനി is equal to നമുക്ക് a by b the whole raised to m is equal to ഇവിടെ പോസിറ്റീവ് എക്സ്പൊണന്റ് ആണ്, ഇവിടെ നെഗറ്റീവ് എക്സ്പൊണന്റ് ആണ്. ഈ ലോ നമുക്ക് അറിയാം അല്ലെ, തേർഡ് ലോ. ഈ പവർ ഇതിന് ഉണ്ട്. അപ്പോൾ ആ ലോ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, e raised to minus m by b raised to minus m. ഓക്കെ, is equal to ഞാൻ ഇതിനെ a raised to minus m divided by b raised to minus m എന്ന് എഴുതണം. ഇനി നമുക്ക് a raised to minus m അറിയാമല്ലോ, it is 1 by e raised to m. ഇനി divided by this is 1 by b raised to m is equal to 1 by a raised to m into ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്, b raised to m by 1 is equal to b raised to m by a raised to m is equal to b by a the whole raised to m. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് എന്ന് നോക്കി, അടുത്ത ഈ നെഗറ്റീവ് എക്സ്പൊണന്റ് ഉണ്ടല്ലോ, നെഗറ്റീവ് എക്സ്പൊണന്റ് പോസിറ്റീവ് ആയപ്പോഴത്തേക്ക് ഇതിന്റെ റെസിപ്രോക്കല് ബ്രാക്കറ്റിനകത്ത് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി 2/3 the whole raised to minus 2 ആണെങ്കിലോ is equal to 3/2 the whole raised to 2 കൊടുക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് എക്സ്പൊണന്റ് പോസിറ്റീവ് ആക്കിയാൽ ഇതിനകത്ത് തന്നെ അപ്സൈഡ് ഡൗൺ ആകും അല്ലെ, റെസിപ്രോക്കൽ ആകും. ഓക്കെ, അപ്പോൾ ഇനി 4/9 the whole raised to minus 3 is equal to, we can write as 9/4 the whole raised to 3. Okay.